മേനോന്റെ ഓണത്തള്ളു കേട്ടില്ല? ഇല്ലെങ്കിൽ കേൾക്കണമെന്നേ. ഈ ഓണം എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അയ്യോ, കൈകാര്യം ചെയ്യുന്ന കാണുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്തു. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തി. ആ വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് ആരാണ് പറയണത്? ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ തന്നെ മൈക്ക് കെട്ടിവെച്ച് ഇങ്ങനെ ഗീർവാണം അടിച്ചുകൊണ്ട് നടക്കും. പക്ഷെ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്താണെന്ന് സാധാരണക്കാരായിട്ട് റേഷൻ കടയിൽ അരി വാങ്ങാൻ ചെന്ന വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എന്താ പറഞ്ഞ? അതായത് വമ്പിച്ച വിലക്കയറ്റ കേരളത്തിൽ. ഈ കേരളം 1956 രൂപീകരിച്ചതിന് ശേഷം ഏത് ഭരണം വന്നോട്ടെ, UDF ആയിട്ട് LDF ആയിക്കോട്ടെ, ഇത്തരം വിലക്കയറ്റമായ ഒരു കാലഘട്ടം ഉണ്ടായില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ 55 വയസ്സായി എനിക്ക്. ഈ 55 വയസ്സിൻ്റെ ഇടയിൽ 26 റുപ്യ കൊടുത്ത് 1 കിലോ അരി ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് വാങ്ങി. റേഷൻ കടയിൽ നിന്നാണ്. കഴിഞ്ഞ ഭരണത്തിൽ 11 റുപ്യാണ്. അതാണ് ഇപ്പൊ 26 ആയത്. എത്ര റുപ്യേനെ മാറ്റുന്നത്? പഞ്ചസാരക്ക് എത്ര റുപ്യ? പഞ്ചസാര റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടൂല. ഈ പുറത്ത് പോയാൽ 42 റുപ്യേന് പഞ്ചസാരക്ക്. 4 മാസം മുമ്പ് LDF ഇവിടെ ഭരിക്കുമ്പോൾ ആ പഞ്ചസാരക്ക് 42 പ്ലസ് 70 എത്ര ഉണ്ടാവും? 28 റുപ്യാണ് 4 മാസം കൊണ്ട് പഞ്ചസാരക്ക് മാത്രം വില വർദ്ധിച്ചു. പഞ്ചസാരക്കും അരിക്കും മാത്രമല്ല വില വർദ്ധിച്ചത്. ആ പഞ്ചസാരക്കും അരി അല്ലാത്ത ഒരു മസാലപ്പീടിയ 4 മാസം മുമ്പ് നമ്മൾ 500 രൂപക്ക് കിട്ടിയ സാധനം ഏത് മസാലപ്പീടിയ പോയിട്ട് 700 റുപ്യ തരാം, നിങ്ങൾ തരുമോ 500 റുപ്യേൻ്റെ സാധനം 4 മാസം മുമ്പ് വാങ്ങിയതെന്ന് പറഞ്ഞാൽ പീടിയക്കാർ തരൂല. അതിൻ്റെ അർത്ഥം 200 റുപ്യേൻ്റെ മേലെ 500 റുപ്യക്ക് സാധനം വാങ്ങുമ്പോൾ വർദ്ധിച്ചിരുന്നു. അപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇതുപോലെ വർദ്ധിച്ച ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സാധാരണക്കാരുടെ ജീവിതം വളരെ കട്ടപ്പോകെ രൂക്ഷമായ വിലക്കയറ്റം. സാധാരണക്കാർ പറഞ്ഞാൽ 700 റുപ്യ 800 റുപ്യ കൂലി കിട്ടണോന് ഒരു ദിവസം 500 റുപ്യേൻ്റെ സാധനം വാങ്ങിയാൽ 200 റുപ്യേൻ്റെ വർധനവ്. അപ്പോൾ ഓന് ഒരു മാസത്തിൽ 6000 റുപ്യേൻ്റെ നഷ്ടമാണ് ഈ ഗവൺമെൻറ് വന്നാലുണ്ടായിട്ട്. ഈ ഗവൺമെൻറ്റിനെ അടിച്ച് പുറത്താക്കി വടിയെടുത്തടിച്ചത്. ഈ ചിരിക്കണ്ടല്ലോ. മുഖ്യമന്ത്രി ചിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു. എന്താ ചിരിച്ചിട്ടെത്താ? കുട്ടികൾക്ക് വെള്ളം ഇറക്കാൻ ചെറിയ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അവനാൻ്റെ രക്ഷിതാക്കൾ കുട്ടികൾ വിശക്കണ കുട്ടികൾക്ക് ചിരിച്ച് കാണിച്ചു കൊടുത്തിട്ട് വിശപ്പ് മാറുമോ എന്ന മാതിരി നമ്മളെ മുഖ്യമന്ത്രി പറയുന്നത്. നമ്മൾ ചിരിച്ചിട്ടുണ്ടല്ലോ. സ്കൂളിൽ അതൊക്കെ പോട്ടെ. അപ്പൊ അതാണ് ഉച്ചകഞ്ഞി വെട്ടി കുറച്ച് അങ്ങനെയുണ്ടോ? സ്കൂൾ ഉച്ചകഞ്ഞി 2 ദിവസം അപ്പൊ നമ്മളിപ്പോ എന്താ 2 തരം ആക്കി എന്നൊക്കെ പറയുന്നത്. അതിന് സാധനം കേട്ടല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റേഷൻ കടയിൽ നിന്ന് കഴിക്കാനുള്ള അരി കിട്ടണമെന്നുണ്ടെങ്കിൽ 26 രൂപ എണ്ണി കൊടുക്കണം. ഇത്രയും കാലം, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 10 രൂപ 90 പൈസയ്ക്ക് കൊടുത്തിരുന്നതാണ് 27 രൂപയ്ക്ക് എത്തിച്ചു കൊടുത്ത ആ വിശാല ഹൃദയം എത്ര 16 രൂപ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് ഇത്രയും പൈസ ഇങ്ങനെ ചെലവാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ കാണുന്നില്ല. നിങ്ങളത് കാണൂല. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷനൊക്കെ കൃത്യമായിട്ട് കയ്യിലെത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. എത്ര പേർക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകാത്തത് കൊണ്ട് അറിയുന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള വയോധികരായിട്ടുള്ളവർ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ തവണ വരെ 10 രൂപ 90 പൈസയ്ക്ക് കിട്ടിയിരുന്ന അരി അതിന് എത്ര വിലക്കയറ്റം ഉണ്ടായ സന്ദർഭത്തിലും റേഷൻ കടകളിലൂടെ ആ അരിക്ക് വില വർദ്ധിപ്പിച്ചിട്ടേയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ യജാതി തൊലിക്കട്ടി വേണം. ഓണം ആകുമ്പോൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? അതുകൊണ്ട് അടിച്ചുവിട്ട ഈ ഗീർവാണം വെച്ചിട്ട് സാധാരണക്കാരന്റെ ഒരൊറ്റ പ്രതികരണം മതി. എന്താണ് ഇപ്പോൾ വിപണിയിലെ അരിയുടെ വില എന്ന് വ്യക്തമാക്കുകയാണ്. റേഷൻ കടയിൽ 26 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് സാധാ കടകളിൽ എത്ര രൂപയായിരിക്കുമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മൾ അടച്ച നിക്ഷേപിച്ച് വിപണിയിൽ പണം ഇറക്കിയില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളു പൊള്ളുമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. എന്നിട്ടും നാക്കിട്ടടിച്ച് നിൽക്കാൻ അറിയാവുന്നത് കൊണ്ട് ഡയലോഗ് അങ്ങ് വച്ച് കാച്ചുകയാണ്. സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം എന്താണെന്ന് സ്വയം പറയുകയല്ല വേണ്ടത്. അതിന്റെ പേര് പൊങ്ങച്ചമെന്നാണ്. അത് അനുഭവിക്കുന്ന ജനങ്ങൾ പറയണം. കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് എന്തോരം മാറ്റമാണ് ഇത്തവണ ഉണ്ടായതെന്ന് സ്വയം പറഞ്ഞു നടക്കുന്നതിന് നമ്മുടെ നാട്ടിൽ വിളിക്കപ്പെടുന്ന പേരാണ് വിഡൽസ്. ആ വിഡൽസ് മാത്രമാണ്. ഇപ്പോ സിവിൽ സപ്ലൈസിലൂടെ 300 കോടി രൂപയൊക്കെ കളക്ട് ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ
അരിവില ഇത്രയും കുത്തനെ കൂട്ടി നിർത്തിയിട്ട് കഴിഞ്ഞ തവണ ഓരോ കിലോയ്ക്കും 20 രൂപ കുറഞ്ഞിരുന്ന അരി ഇപ്പോ കുത്തനെ കൂടി നിൽക്കുമ്പോൾ വരുമാനം കൂടുതൽ അകത്തോട്ട് കാണിക്കും. അങ്ങനെ വില കൂട്ടി കൊടുത്ത് മേന്മ പറച്ചിലല്ല സിവിൽ സപ്ലൈസ് വഴി ഉദ്ദേശിക്കുന്നത്. വില കുറച്ചു കൊടുത്ത് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കണം. അല്ലാതെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് പിരിച്ചെടുത്ത പണത്തെക്കുറിച്ച് ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ അതിന് സാധാരണക്കാരന്റെ മറുപടി വെച്ചിട്ടാണ് തിരിച്ചു മറുപടി പറയുക. സ്വയം പറയാതെ അവരെ കൊണ്ട് പറയിക്കൂ. ഞങ്ങൾക്ക് ഈ ഓണക്കാലം സർക്കാർ ചെയ്തു തന്നത് ഗുണകരമായിരുന്നു എന്ന് അവർ പറയട്ടെ. അതിൽ ഒരാൾ പറഞ്ഞ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്.